എല്ലാം കുറേയൊക്കെ തീർത്തു. പിന്നെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. ഇനിയിപ്പോൾ വൈകുന്നേരത്തെ ജോലികൾ തുടങ്ങുവാണ്. ഏകദേശം വൈകുന്നേരമായി തുടങ്ങി. ഒരു 4:30-5 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഐറയ്ക്കും ഡിയോണയ്ക്കും ഉള്ള ഫുഡ് ഒന്നുകൂടെ ചൂടാക്കിയിട്ട് അത് അവർക്ക് കൊണ്ട് കൊടുക്കും. പിന്നെ ഈ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് ഇനി വൈകുന്നേരത്തേനുള്ള പ്രിപ്പറേഷൻ തുടങ്ങണം. ഇന്ന് ഞാൻ ചെടിയൊന്നും നനയ്ക്കുന്നില്ല. അപ്പോൾ ഇനി വൈകുന്നേരത്തേനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഒരു ബജ്ജി ഉണ്ടാക്കണം. ബജ്ജിയുടെ സ്പെഷ്യൽ രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ ആ രീതി കാണിച്ചു തരാം. പിന്നെ ഉള്ളത് ഒരു ബീഫ് കറി വെക്കണം. അതിന് ഞാൻ വെള്ളത്തിൽ എടുത്തിട്ടുണ്ട് ബീഫിനെ. അപ്പം അത് കറി വെക്കണം. അതിന് തേങ്ങയൊക്കെ ചിരക്കി പാലൊക്കെ പിഴിഞ്ഞിട്ട് ചടുപടവും കറി വെക്കണം. പിന്നെ കുറച്ച് ബിരിയാണി റൈസ് എടുത്തിട്ട്, മന്തി റൈസ് ഇല്ലേ, അതെടുത്തിട്ട് ഒന്ന് പിന്നെ വേവിച്ചിട്ട് കുറച്ച് നട്ട്സും മുന്തിരിയൊക്കെ വറുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് ഫ്രൈഡ് റൈസിൻ്റെ രീതിക്ക്, ഫ്രൈഡ് റൈസ് ഒന്നും അല്ല, എന്നാലും കുറച്ചൊരു ടേസ്റ്റില്ല. നമ്മളിപ്പോൾ കുറേ ദിവസങ്ങളായി പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ. അപ്പം ജോ നാട്ടിൽ പോയത് കൊണ്ട് നമ്മളിപ്പോൾ പുറത്തേക്ക് പോകാറില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഔട്ട് സൈഡ് ഫുഡൊക്കെ മിസ് ചെയ്യുന്നുണ്ടാവും. അശ്വിനാണെങ്കിലും എനിക്കാണെങ്കിലും ചെറുതായിട്ടൊക്കെ ഔട്ട് സൈഡ് ഫുഡൊക്കെ കഴിക്കാനുള്ള ഒരു കൊതിയൊക്കെ തോന്നി തുടങ്ങി. അപ്പോൾ ഞാൻ അത് ചെറിയൊരു സ്പെഷ്യലായിട്ട് അങ്ങനെ ഉണ്ടാക്കാം നിർത്തും. അപ്പം സിമ്പിളായിട്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം പറ്റുന്നതൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാം. രാവിലെ എണീറ്റ് കഴിയുമ്പോൾ തന്നെ ഞാൻ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യുന്നത് നമ്മുടെ കൊറിയർ പാക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അത് കുറേ ടൈം എടുക്കും കേട്ടോ. ഇപ്പോൾ ഞാൻ പകുതിയോളം പാക്ക് ചെയ്തു. ഇനി ഒരു പകുതി കൂടി പാക്ക് ചെയ്യാനുണ്ട്. അന്നേരം എടുത്ത സീനുകളാണ് ഇത്. ബാക്കിയുള്ള ഞാൻ ഷൂട്ട് ചെയ്തില്ല കേട്ടോ. കുറച്ച് മാത്രം ആദ്യം ഇങ്ങനെ ഷൂട്ട് ചെയ്ത് വെച്ചാൽ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ചുമ്മാ ഇടാൻ കാണിക്കാമെന്ന് ഓർത്തിട്ട്. സന്തോഷത്തോടെ എല്ലാവരും മേടിക്കുന്ന ഫേസ് പാക്കും അതുപോലെ കറിമഞ്ഞളും നമ്മുടെ ബാക്കിയുള്ള പ്രോഡക്റ്റുകൾ, ഔഷധ കാപ്പിയും, അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. മില്ലറ്റും ഒക്കെ. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ മേടിക്കുന്നു, വീണ്ടും വീണ്ടും മേടിക്കുന്നു. അവർ തന്നെ മറ്റുള്ളവരോട് പറഞ്ഞിട്ട് നമുക്ക് ഒത്തിരി ഓർഡർ കിട്ടുന്നു. അങ്ങനെയാണ്. നിങ്ങൾക്ക് അറിയേണ്ടവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് വിടും. ഞാൻ ഡീറ്റെയിലൊക്കെ തരാം കേട്ടോ. ഇതാണ് നമ്മുടെ പോസിറ്റീവ് മില്ലറ്റ്. 8 തരം പോസിറ്റീവ് മില്ലറ്റ്സും കൂടെ നമ്മൾ ബാക്കിയുള്ള എല്ലാ ഘടകങ്ങളും കൂടി, അതായത് നട്ട്സ്, ബദാം, അങ്ങനത്തെ എല്ലാം, ചെറുപയർ, അങ്ങനത്തെ എല്ലാം കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ 1 kg പാക്കറ്റാക്കിയിട്ട് കൊടുക്കുന്നത്. അടിപൊളിയാണ്. ഉപയോഗിച്ച് എല്ലാവർക്കും അത്ര ഇഷ്ടമാണ്. ദോശ ഉണ്ടാക്കാം, അതുപോലെ ഇഡ്ഡലി ഉണ്ടാക്കാം, എന്ത് വേണേൽ നമുക്ക് അതുകൊണ്ട് ഉണ്ടാക്കാം. നന്നായി പാറ്റി കഴുകി എടുത്തിട്ട് ഇതുപോലെ തലേന്ന് വെള്ളത്തിലിടുക. പിറ്റേ ദിവസം നമുക്ക് അരച്ച് വെക്കാം. അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കുതിർത്ത ശേഷം അരച്ച് വെക്കുക. ഇഡ്ഡലിയോ ദോശയോ അപ്പോ എന്താണെന്ന് വെച്ചാൽ ഉണ്ടാക്കി കഴിക്കാം. കിച്ചണിൽ തന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് നമ്മുടെ ഈ ഒരു ചോപ്പർ കേട്ടോ. വെജിറ്റബിൾ ചോപ്പർ അടിപൊളിയാണ്. അത്രയ്ക്ക് ഉപകാരമാണ്. ഒരു മിനിറ്റ് പോലും വേണ്ട, നമുക്ക് ഏത് സാധനവും അരിഞ്ഞെടുക്കാം. ഒത്തിരി ഉപകാരമാണ്. നമുക്ക് ടൈമും എനർജിയും ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇത് നമ്മൾ മന്തി റൈസാണ്. ഞാൻ 2 ഗ്ലാസ് അരി എടുത്തു. അതിലേക്ക് നമ്മൾ കറുവപ്പട്ട, പിന്നെ വഴനയില, അതുപോലെ ഗ്രാമ്പൂ, അതുപോലെ ഏലക്കായ, ഇത്രയൊക്കെ ഇടുക. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇടുക. പുതിന വേണമെങ്കിൽ അതും കൂടി കഴുകി ഇടുക. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കും. പിന്നെ ജീരകം ഇടും കേട്ടോ, നല്ല ജീരകം. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കും. പിന്നെ കുറച്ച് നെയ്യും തൈരും കൂടി ഞാൻ ചേർക്കും. പിന്നെ തേങ്ങാപ്പാൽ ചേർക്കേണ്ടവർക്ക് അതും കൂടി ചേർത്താൽ അടിപൊളിയാണ്. ഒരു വെജിറ്റബിൾ റൈസ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം. ഇത്രയും കഴിഞ്ഞിട്ട് നമ്മളതങ്ങ് മൂടി വെക്കും. കുറച്ച് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഉപ്പ് ഒഴിക്കണം കേട്ടോ. കുറച്ച് ചൂടായി കഴിയുമ്പോഴാണ് ഞാൻ നെയ്യ് ഇടുക. അത് കഴിയുമ്പോഴത്തേക്ക് 40 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റ് നമ്മൾ അലാം വെച്ചേക്കുക. ആദ്യം കുറച്ച് തിളയ്ക്കുന്നവരെ നമ്മൾ നല്ല തീയിൽ വെക്കുക. പിന്നെ ഒരു മീഡിയം തീയിൽ വെച്ചാൽ മതി. 45 മിനിറ്റും കൊണ്ട് കറക്റ്റായിട്ട് വെന്തിരിക്കും. അതാണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള സംഗതികൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നെയ്യ് ഇട്ടിട്ട് നട്ട്സും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഈ നട്ട്സ് ഒരിക്കലും അധികം വറുത്ത് പോരുത് കേട്ടോ. ഭയങ്കര അരുചിയായി പോകും. നമ്മൾ നോക്കി തന്നെ വറുക്കണം. കറുത്ത് പോകരുത്, കരിഞ്ഞു പോകരുത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് അതിനകത്തേക്ക് തന്നെ കോരി ഇടും കേട്ടോ. അല്ലാതെ ഭയങ്കര ഇങ്ങനെ ദമ്മൊക്കെ ഇട്ട് അങ്ങനത്തെ രീതിക്കൊന്നും ഞാൻ വെക്കാറില്ല കേട്ടോ. ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ എന്തിനാ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടുന്നത്. മുന്തിരി എപ്പോഴും കഴുകിയിട്ട് അതിനിടുന്നത്. അതുകൊണ്ട് ഇച്ചിരി വെള്ളം പൊട്ടുന്ന പോലെയൊക്കെ കേട്ടോ. അതിൽ ചെളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ മുന്തിരിയും കൂടി കഴുകിയിട്ടു. പിന്നെ നമ്മുടെ ക്യാരറ്റും 3 തരത്തിലുള്ള ക്യാപ്സിക്കമാണ്. അത് ഒത്തിരി അങ്ങനെ എന്താ പറയുക വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. ആ നെയ്യ് കിടന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഒഴിച്ചു. അതും കൂടി നമ്മൾ എടുത്തിട്ടു. പിന്നെ ഏതൊക്കെ വെജിറ്റബിൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇടാം. ഞാൻ ഒത്തിരി അങ്ങ് ഇടാറില്ല കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മുടെ സ്പ്രിംഗ് ഒണിയനും കൂടി കട്ട് ചെയ്തത് ഇടുക. അപ്പോൾ നല്ലൊരു ഭംഗിയായിട്ട് പച്ച കളറിൽ എല്ലാം കൂടി വർണ്ണശബളമായിട്ട് അടിപൊളി ടേസ്റ്റിൽ നെയ്യ് ഇട്ടേക്കുന്നതുകൊണ്ട് അടിപൊളി ടേസ്റ്റാണ്. ആക്ച്വലി ഞാനിതിൽ ഒത്തിരി മസാലകളൊന്നും ഉപയോഗിക്കാറില്ല. ഒരു പ്ലെയിൻ റൈസ്, പക്ഷേ ഭയങ്കര ടേസ്റ്റ്. ചില ദിവസങ്ങളുണ്ടാക്കുമ്പോൾ പനീറും കൂടി ഞാൻ ഫ്രൈ ചെയ്തിടും. ചിലപ്പം എഗ്ഗും കൂടി പൊരിച്ചിട്ട് അതും കൂടി ഇതിലിടും. അങ്ങനെ ആയാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതില്ലെങ്കിലും ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
അതൊക്കെ ഓരോ ദിവസങ്ങളിൽ തോന്നും പോലെ അങ്ങനെ ഇടും കേട്ടോ, അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് ഇങ്ങനെ ഇടണം. ഇതതിന് ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് വെച്ചു. പിന്നെ ഒരു സാലഡ് ഉണ്ടാക്കി തൈരും കൊണ്ട്, പിന്നെ ഒരു ചമ്മന്തി കൂടി അരച്ച് വെച്ചു. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ ഒരു ഡിന്നർ സുഭിക്ഷമായി. ഇത്രയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ എന്നെ സംബന്ധിച്ചത് സ്പെഷ്യലായിട്ട് 7 മണിയായപ്പോഴത്തേക്ക് എൻ്റെ ഡിന്നർ എല്ലാം റെഡിയായി. കിച്ചണെല്ലാം ഞാനൊന്ന് അടിച്ച് തുടച്ചിട്ടു. ഇനി പാത്രങ്ങളെല്ലാം ഏകദേശം കഴുകി കഴിഞ്ഞു. നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ആ ഗ്യാപ്പിൽ നമ്മൾ പാത്രങ്ങളെല്ലാം കഴുകി വെക്കുകയാണെങ്കിൽ പിന്നെ ഒന്നിച്ചിങ്ങനെ കുന്നുകൂടി കിടക്കത്തില്ല. ഇനി ഒരു 2-3 തവിയൊക്കെ ഉള്ളൂ. അത് ഞാൻ ഒന്നുകിൽ കഴിച്ച് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നാളെ അങ്ങനെ കഴുകി വെക്കും. അപ്പം അങ്ങനെ ഇനി എനിക്ക് കുളിക്കാൻ പോകണം. കുളിക്കാൻ പോകുന്നതിന് മുമ്പ് നോക്കുമ്പോൾ വീടൊക്കെ ഒന്ന് അടിച്ചു വാരിയേക്കാന്ന് ഓർത്തു. 7 മണിയല്ലേ ആയിട്ടുള്ളൂ. എന്തായാലും ഇനി 8-8:30-9 മണി വരെ സമയമുണ്ടല്ലോ. അപ്പം അപ്പോഴത്തേക്ക് ഞാൻ ബെഡേ കയറും കേട്ടോ. പിന്നെ എനിക്ക് കുറേ ചില്ലാനുള്ള സമയമാണ്. യൂട്യൂബ് വീഡിയോസൊക്കെ കാണുക, ഇൻസ്റ്റാഗ്രാം വീഡിയോസൊക്കെ കാണുക, അങ്ങനെയാണ് ഞാൻ സാധാരണ. പിന്നെ ജോ കിടക്കാൻ വരുന്നവർ അത്രയും സമയം ഞാനിങ്ങനെ വീഡിയോസൊക്കെ കണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എഡിറ്റ് ചെയ്യാൻ പറ്റിയാലും എഡിറ്റ് ചെയ്ത് അങ്ങനെ എൻജോയ് ചെയ്ത് എൻ്റെ ബെഡേലായിരിക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എൻ്റെ ഈ വീട്ടിലെ ഒരു റൂമെന്ന് പറയുന്നത് എൻ്റെ ബെഡ്റൂമാണ് കേട്ടോ. എല്ലാ സ്പോട്ടും എനിക്കിഷ്ടം തന്നെയാണ്. ടെറസിൽ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അല്ല ബാക്ക് സൈഡിലെ ആ ഒരു ബാൽക്കണി ഏരിയയിൽ പോകുമ്പോൾ തോന്നുന്നു എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടം. വരാന്തയിൽ ഇറങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നും. അങ്ങനെയൊക്കെയാണ്. എവിടെ ഇഷ്ടമാണ് കേട്ടോ. എന്നാലും എനിക്ക് ബെഡ് അത്യാവശ്യം ഞാൻ അതിൻ്റെ ഒക്കെ ഇടയ്ക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കും കേട്ടോ. കുറേ ജോലികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ പോയി കുറച്ച് നേരം നീണ്ടു നിവർന്ന് കിടന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെയാണ് നമ്മളെ മൈൻഡിനെ ഇങ്ങനെ റിലാക്സ് ആക്കി കൊണ്ടുവരുന്നത്. ഇവർ കുളിക്കാൻ പോകുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഓർത്തു ജസ്റ്റ് ഒന്ന് അടിച്ചു വരാം. പെട്ടെന്ന് ഒരു 15 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് മൊത്തം ഒന്ന് അടിച്ചു വരി. അത്ര സമയം എടുക്കും. എല്ലാ റൂമുകളൊക്കെ നമുക്കിവിടെ അത്യാവശ്യം വലിയ വീടാണ്. 6 റൂമുണ്ട്. പിന്നെ മുകളിലും താഴെയൊക്കെ കുറേ ഹാളുകൾ അത് ഇത് അങ്ങനെയൊക്കെ ആയിട്ട് കുറേ ഉണ്ട്. നടുക്കോടെയൊക്കെയുള്ള പാസേജ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാം കൂടി ഒന്ന് അടിച്ച് വാരിയിട്ട് പെട്ടെന്ന് കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ അശുഭച്ചിന് വിശക്കുന്നില്ലാന്ന് തോന്നുന്നു. അപ്പോൾ ഇപ്പോൾ അത് സാധാരണ ഈ സമയത്ത് ചോറായോ എന്നൊക്കെ എന്നോട് ചോദിക്കുന്ന ഇല്ല. അവനെന്തോ വീട്ടിൽ പണിതുകൊണ്ടിരിക്കുക. ഇനി കുറച്ച് നേരം കഴിയുമ്പോൾ ജോ വിളിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ജോയുടെ പാരൻസിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവർ UK ഇപ്പം കുറച്ച് ദിവസത്തേന് വന്നേക്കുന്നതാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അവർ വീണ്ടും തിരിച്ചു പോകും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് ചിലപ്പോൾ അവർ വരും. കുറച്ച് ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അവിടെയുള്ള അറേഞ്ച്മെൻറ്റിനൊക്കെ ആയിട്ട് ജോ ഇപ്പോൾ അവിടെ നിൽക്കുവാണ്. അത് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും. അങ്ങനെയാണ്. അപ്പം കുറച്ച് നേരം കഴിയുമ്പോൾ വിളിക്കും. അപ്പം വിശേഷങ്ങളൊക്കെ പറയും. എല്ലാ ദിവസവും വിളിക്കാറുണ്ട്, മിണ്ടാറുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല, വരുന്നില്ല എന്നേ ഉള്ളൂ. എന്നെ എപ്പോഴും അവരങ്ങോട്ടേക്ക് വിളിക്കും. പക്ഷേ എനിക്ക് ആ ചൂട് കാലാവസ്ഥയിൽ കോട്ടയം എറണാകുളം പോയി സ്റ്റേ ചെയ്യാൻ പറ്റുന്നില്ല. എന്താണെന്നറിയത്തില്ല. മടുത്ത് പോകും നമ്മൾ. ഞാനവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ ഞാനവിടെ പോയി നിൽക്കുന്ന സമയത്തൊക്കെ 3 പ്രാവശ്യമൊക്കെ എനിക്ക് കുളിക്കണം. അത്രയ്ക്ക് ചൂട് എനിക്ക് താങ്ങാനേ പറ്റുന്നില്ല. എന്താണെന്നറിയത്തില്ല. പിന്നെ ഭയങ്കര അസ്വസ്ഥത. എനിക്ക് എത്രയും ചൂടും ഇറിറ്റേഷനുമായിട്ട് ഇങ്ങനെ ഭയങ്കര ഫുൾ ടൈം എനിക്ക് ഫാൻ AC അങ്ങനെയൊക്കെ വേണം. ആ ഒരു രീതിയിലൊക്കെ എല്ലാ റൂമിലും AC ഫിറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെയൊക്കെ കൂളറൊക്കെ ഇല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റത്തില്ല. അത്രയും എനിക്ക് എൻ്റെ ബോഡി അഡ്ജസ്റ്റ് ആവുന്നില്ല ചൂടത്ത്. അതിപ്പോൾ ഈ വയനാട് വിട്ട് എവിടെയാണെങ്കിലും കോഴിക്കോട് വരെ എത്തുമ്പോൾ മുതൽ എനിക്ക് അങ്ങനെ തന്നെയാണ്. ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ട് എനിക്ക് അത്ര ഇഷ്ടമില്ല അങ്ങനെ പോയി നിൽക്കുന്നതൊക്കെ. പിന്നെ ഞങ്ങൾ പോകും. കുറച്ച് ദിവസമൊക്കെ 1, 2, 3 ദിവസമൊക്കെ നിൽക്കും. പക്ഷെ ആ നിൽക്കുന്ന സമയം മോസ്റ്റ്ലി ഞങ്ങൾ ലുലുവിൽ കറങ്ങാൻ പോകുമായിരിക്കും. ഒരാഴ്ചത്തേനൊക്കെ പോയാൽ അത്രയും ദിവസങ്ങൾ ഞങ്ങൾ മിക്കപ്പോഴും ലുലുവിൽ കറങ്ങുമായിരിക്കും. അങ്ങനെയൊക്കെ. ഇപ്പം പിന്നെ ഈ അടുത്തൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് ഇങ്ങനെ ഡാം പൊട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പേടി കയറിക്കുന്നുണ്ട്. അതും എനിക്കൊരു പേടി. അപ്പോൾ എനിക്ക് ഉള്ള ഇൻട്രസ്റ്റും കൂടി പോയി അങ്ങോട്ടേക്ക് പോകാനുള്ള. അങ്ങനെ അതും പറഞ്ഞ് ജോ ശരിക്കും കളിയാക്കാറുണ്ട്. പക്ഷേ ജോയ്ക്കും പേടിയുണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പോൾ നിവൃത്തിയില്ലാതെ പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പോകാതിരിക്കും അതൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് പേടിയാവുന്നുണ്ട്. അങ്ങനെയൊക്കെ അങ്ങനെ ഒത്തിരി കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകാത്തത്. പിന്നെ അവർ മോസ്റ്റ്ലി അവിടെ ഇല്ല. അവരവിടെ ആയിരിക്കും, UK അങ്ങനെയാണ്. വെക്കേഷനാണ് വരുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പം ചിലപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് വരണമെന്ന്. അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും അടിച്ചു വാരിയിട്ട് കുളിക്കട്ടെ കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നു. ജോലികളെല്ലാം തീർത്തു. ഇനി ഭക്ഷണം കഴിക്കണം. പിന്നെ കുറച്ച് നേരം യൂട്യൂബ് വീഡിയോസൊക്കെ കാണണം. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ നോക്കണം. കുറേ റിപ്ലൈ കൊടുക്കാനുണ്ട്. നാളെ സൺഡേ അല്ലേ. അപ്പോൾ നാളെ കൊറിയറൊന്നും അയക്കണ്ട. അപ്പോൾ എൻ്റെ അഡ്രസ്സൊന്നും ഫോർവേഡ് ചെയ്യണ്ട. കോപ്പി പേസ്റ്റ് ചെയ്യുകയും ചെയ്യും നമ്മൾ. അപ്പം അതൊന്നും ചെയ്യണ്ട. അപ്പം സ്വസ്ഥമാണ്. നാളെ ഫ്രീ ആയിട്ട് കുറച്ച് സമയം കിട്ടും. അപ്പം ഇനി നാളെ എനിക്ക് നാളത്തെ ജോലികൾ ഇന്നേ മുതൽ എൻ്റെ മനസ്സിൽ പ്ലാനാവും കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ നാളെ എന്തുണ്ടാക്കണം സ്പെഷ്യൽ, അല്ലെങ്കിൽ എന്തൊക്കെ നമ്മൾ സെൽഫായിട്ട് എന്തൊക്കെ കെയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും എന്തൊക്കെ ചെയ്യണം. അപ്പോൾ അതിൽ എൻ്റെ മനസ്സിലേക്ക് നമ്മുടെ ചെടികളെല്ലാം ഡാമേജ് ആയിട്ട് നിൽക്കുക. അപ്പോൾ അതിന് കുറച്ച് വളം മേടിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഇടണം. പിന്നെ കുറച്ച് ചാണകപ്പൊടി അതുപോലത്തെയൊക്കെ ഇടണം.
പിന്നെ കേടായ ഇങ്ങനെ ഉണങ്ങിയ ഇലകളെല്ലാം കട്ട് ചെയ്യണം, അങ്ങനെ കുറച്ച് പെസ്റ്റിസൈഡൊക്കെ അടിക്കണം, അങ്ങനെ കുറച്ച് ജോലികളൊക്കെ എൻ്റെ മനസ്സിൽ കൂടെ ഉണ്ട് നാളെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ പിന്നെ നാളെ ചെയ്യേണ്ട ഓരോ ജോലികൾ, ബാക്കി തുണി അലക്കണം, എടുത്ത് വെക്കണം, അങ്ങനെ ഇന്ന് അടിച്ചു വാരി ഇനി നാളെ ഒന്നോടെ അടിച്ചു വാരിയിട്ട് തുടയ്ക്കണം. അത് അശ്വച്ച് എനിക്ക് മൊത്തം ഫ്ലോർ തുടച്ചിരും. അങ്ങനെയൊക്കെ ഓരോരോ പരിപാടികളായിട്ട് പ്ലാൻ ചെയ്യുവാണ്. സന്ധ്യ ആകുമ്പോൾ ഞാൻ മുകളിലെ ടെറസിൻ്റെ സ്ഥലത്തൊക്കെ ഒന്ന് പോകും. പിന്നെ അശ്വകൊച്ചിൻ്റെ അടുത്ത് എണ്ണ എടുക്കുവാന്നൊക്കെ ഒന്ന് നോക്കി പോയി എല്ലായിടത്തോടെയൊക്കെ ഒന്ന് പോയി ഡോറൊക്കെ അടച്ചില്ലെന്ന് വേണമെന്നില്ല, എന്നാലും സംതിങ് സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ അത് നമുക്കൊരു ഭയങ്കര സന്തോഷമല്ലേ. ഞങ്ങളെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ, ഒരു പ്രത്യേക ഉത്സാഹമാണ്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ അത് നോർമൽ കറികളല്ലാതെ എന്തെങ്കിലും ഒന്ന് സ്പെഷ്യൽ, അപ്പോൾ ഒത്തിരി സ്പൈസസ് ഒന്നും ഇടാതെ ഈ രീതിയിലാണ് ഞാൻ വളരെ എളുപ്പത്തിൽ, ഈവൻ ഇഞ്ചി വെളുത്തുള്ളി പോലും നമ്മൾ ആ ഒരു റൈസിൻ്റെ കൂട്ടത്തിൽ ഇടത്തില്ല, റോ ആയിട്ട് അങ്ങനെയുള്ളൊരു രീതിക്ക് നെയ്യ് മാത്രം ഇട്ടിട്ട് കുറച്ച് വെജിറ്റബിൾ ഇട്ടിട്ട് അതിനൊരു സാലഡും ഒക്കെ ഉണ്ടാക്കി ചില സമയത്ത് ഇതിൻ്റെ കൂടെ എഗ്ഗും കൂടി ഫ്രൈ ചെയ്തിട്ട് അതും കൂടി ഇടും, പിന്നെ പനീറും കൂടി ഫ്രൈ ചെയ്യും. അങ്ങനെയൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കാറുണ്ട്. ഇതുപോലെ റോ ആയിട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഒത്തിരി മസാലകളൊന്നും ഇടാതെ. പിന്നെ ഇന്നാണെങ്കിൽ നമുക്ക് ബീഫ് കറി ഉണ്ട്, അപ്പോൾ പിന്നെ സ്പെഷ്യലായി. വൈകുന്നേരം നേരത്തെ തന്നെ പണികളൊക്കെ കഴിഞ്ഞ് ഫുഡും ആയി, പിന്നെ കിച്ചണും കൂടി ക്ലീൻ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര മനസ്സമാധാനം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ നാശകോശമായി കിടന്ന പിറ്റേ ദിവസം രാവിലെ മുതൽ നമുക്ക് ഭയങ്കര ഒരു മനസ്സമാധാനക്കേടാണ്. അപ്പോൾ ഞാൻ എല്ലാം അടിച്ചൊന്ന് തുടച്ച്, എല്ലാ ദിവസവും തുടയ്ക്കത്തില്ല, എന്നാലും മാക്സിമം അടിച്ച് എല്ലാം വൃത്തിയാക്കി പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കി വെക്കും. അപ്പോൾ ഭയങ്കര മനസ്സമാധാനം. പാത്രങ്ങളെല്ലാം ഇങ്ങനെ എല്ലാം മൂടി വെച്ചേക്കണം, എല്ലാം നിവർത്തി വെച്ചിട്ട് പിന്നെ ഞാൻ ഓരോ പ്ലേറ്റ് എടുത്തുകൊണ്ട് വന്നിട്ട് കേട്ടോ. നമുക്ക് കിച്ചണിൽ ഒത്തിരി സൗകര്യമില്ല, അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനി നമ്മുടെ റൈസും അതുപോലെ കറികളും എല്ലാം കൂടി എടുക്കുക. ഒത്തിരി കറികളൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ബീഫ് കറി വെച്ചു, പിന്നെ നമ്മുടെ ആ ഫ്രൂട്ട് സാലഡ്, പിന്നെ തൈരിൻ്റെ സാലഡുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കറികളും കാര്യങ്ങളും ഒക്കെയാണ്. എന്നാലും സംതിങ് സ്പെഷ്യലായിട്ട് നമുക്ക് തോന്നും. ഇത്രയൊക്കെ മതി. ഭയങ്കര സന്തോഷമാണ് ഒരു സ്പെഷ്യൽ ഫുഡ് കഴിക്കുന്ന ഫീല്. അതൊക്കെ മതിയല്ലോ. പിന്നെ ഡിന്നർ ഏറ്റവും കുറവ് കഴിക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് സത്യത്തിൽ ഡിന്നറാണ്. പലതരം കറികളും അതും ഇതും ഒക്കെ ആയിട്ട് എനിക്കെന്തോ ഡിന്നർ ആ ഒരു ദിവസം തീരുമല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ആ ഡിന്നർ സുഭിക്ഷമായിട്ട് കഴിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം, മനസ്സമാധാനം. അങ്ങനെയാണ്. രാവിലെ ഉച്ചയ്ക്ക് എനിക്കൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, രാവിലെ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് വേണം. പിന്നെ ഡിന്നറാണ് എൻ്റെ പ്രതീക്ഷ മുഴുവനും. അങ്ങനെയാണ്. ഇടയ്ക്കുള്ള ചായയും അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം, ഏറ്റവും വലിയ പ്രതീക്ഷ. ഫുഡ് ഉറക്കം ഇതിനു വേണ്ടിയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലൊക്കെ ഉണ്ട്. ഇതൊക്കെ കഴിച്ചിട്ട് ഇനി നമ്മൾ കുറച്ച് നേരം കൂടി ടി വി ഇല്ല കേട്ടോ, ടി വി ചത്ത് കിടക്കൂടെ, മൊബൈലൊക്കെ നോക്കി അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം ഏകദേശം തീരും. ഇനി കുറച്ച് ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാൻ വിട്ടുപോയ കുറേ ക്ലിപ്പുകൾ കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മൾ ഒരു പ്രാവശ്യം കൽപ്പറ്റ പിന്നെ ഫ്ലവർ ഷോ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്ന് കാണാൻ പോയപ്പോൾ നമ്മളോട് ജാംജുമ്മിൽ നെക്സ്റ്റ് കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ പോയതാണ് കേട്ടോ. അടിപൊളിയെന്നൊന്നും പറയാനില്ല കേട്ടോ. സാധാരണ അവിടെ വരുന്നത് വെച്ച് നോക്കുമ്പോൾ അത്ര ഭയങ്കര ഗ്രാൻഡായിട്ടല്ല വന്നത്. ഗാനമേളയും ഇതും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ കുറേ പച്ചക്കറി വിത്തൊക്കെ മേടിച്ചു. ഇങ്ങനെ മേടിച്ചാലും ഒത്തിരി ഒന്നും മുളച്ച് കിട്ടാറില്ല കേട്ടോ. ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലും ഭേദം നമ്മളിങ്ങനെ ഓരോരുത്തരിങ്ങനെ യൂട്യൂബിലൊക്കെ വിൽക്കത്തില്ല, അങ്ങനെ മേടിക്കുന്നതാണ് നന്നായിട്ട് മുളച്ച് കിട്ടുന്നത്. എന്നാലും കാണുമ്പോൾ നമ്മൾ ആർത്തി കയറി എല്ലാം മേടിക്കും. അങ്ങനെ ഒത്തിരി ഫ്ലവേഴ്സ് ഇല്ലെങ്കിൽ കാണാൻ രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെയൊക്കെ കണ്ടും കേട്ടും നടക്കുന്ന കുറേ ഫോട്ടോസ് എടുക്കുക. ഇവിടെ അധികം ആളില്ലാത്ത എല്ലാവരും കൂടി താഴെ ഗാനമേള നടക്കുന്ന ആ സ്ഥലത്തേക്ക് പോയേക്കുവാണ്. ഭയങ്കര പാട്ടും മേളവും എല്ലാം കൂടി കണ്ടിട്ട് കുറച്ച് പേരൊക്കെ ഇതിലിങ്ങനെ നടന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. കുറേ ദിവസം ആയിരുന്നു ഇവിടെ തുടങ്ങിയിട്ട്. നമ്മളിപ്പം അറിഞ്ഞായിട്ടൊക്കെ ഈ ഒരു സമയമായി എത്തിയപ്പോഴത്തേക്കും ഒത്തിരി ഇവിടെ അങ്ങനെ ജനങ്ങളും ബഹളമൊന്നും ഇല്ലായിരുന്നു. കാണാൻ രസമുണ്ട് കേട്ടോ. എല്ലാം ഇങ്ങനെ ഒത്തിരി ചെടികളും പൂക്കളി പോരനാണെങ്കിലും കാണാൻ അത്രയും ഭംഗിയല്ലേ. അപ്പോൾ ഇങ്ങനെ നടന്ന് കുറേ പേരൊക്കെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അത് താഴെയായിരുന്നു, താഴെ ഗ്രൗണ്ടിൽ ഭയങ്കര ഈ ഇങ്ങനത്തെ എൻ്റർടൈൻമെൻറ്റില്ലേ, ഇങ്ങനെ ആകാശൂഞ്ഞാൽ അങ്ങനത്തെ എല്ലാം, മരണക്കിണർ, ആകാശൂഞ്ഞാൽ അങ്ങനത്തെ ഗാനമേള, അവിടെയായിരുന്നു എല്ലാ ഫുഡ് ഐറ്റംസും അങ്ങനെ എല്ലാം കൂടിയായിട്ട് താഴെ. അപ്പം ഞാൻ ആ സെക്ഷനിലേക്ക് അധികം കോൺസെൻട്രേറ്റ് ചെയ്തില്ല. ഇവിടെ നടന്ന കുറേ ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ജസ്റ്റ് താഴെ പോയി നോക്കുമ്പോൾ ഗാനമേളയൊന്നും അത്ര ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല, അവിടെ നിൽക്കാനും തോന്നിയില്ല. പിന്നെ അങ്ങനത്തെ ഓരോ സ്ഥലത്ത് ഒന്നും കയറി അങ്ങനത്തെ ഇതിലൊന്നും കയറുന്ന പരിപാടി എനിക്കില്ല കേട്ടോ. അല്ലേ തന്നെ എനിക്കത് ഭയങ്കര പേടിയാണ്, കയറാറില്ല, തലവേദന എടുക്കും. അതുകൊണ്ട് അങ്ങനെ ഇവിടുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അശുഭച്ച് അങ്ങോട്ടേക്ക് പോയേക്കുവാണ്. ഇതിലേക്ക് വലിഞ്ഞ് കയറാനും എന്തൊക്കെയോ മേടിച്ച് തിന്നൊക്കെ അവൻ അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ ഞാനും ജോയും കൂടി ഇതിലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. ജോ പണ്ടത്തെ പോലെ അല്ല, ഒത്തിരി വീഡിയോസും ഫോട്ടോസൊന്നും എനിക്ക് എടുത്തു തരത്തില്ല, ചൊറിഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. ഇപ്പോൾ കുറേ നാളായിട്ട് ജോയുടെ സ്വഭാവത്തിന് ഭയങ്കര ചേഞ്ച് വന്നേക്കുവാണ്. അതിപ്പോൾ ഒരുപാട് ക്ലിപ്പുകളൊന്നും എനിക്ക് എടുത്തു തന്നില്ല. അതിനുവേണ്ടി ഞാൻ കുറച്ച് വഴക്കൊക്കെ കൂടി പിന്നെ ഞാൻ എന്തെങ്കിലും ആട്ടെ നിർത്തിട്ടേക്ക് പോന്നു. പിന്നെ അതിലൊക്കെ നടന്ന് ഞാൻ തന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ ആ സെക്ഷനിങ് പോന്നു. ഇവനെ കുറേ നേരം കഴിഞ്ഞപ്പോൾ കണ്ടു കിട്ടി എനിക്ക് കോഴിക്കുഞ്ഞിനെ. ഇതിലേക്കോ നടന്ന് എന്തൊക്കെയോ മേടിച്ച് തിന്ന്. ഞാൻ ഇങ്ങനത്തെ സ്ഥലത്തൊന്നും ഇറങ്ങിയിട്ടുണ്ട്. ഈ പൊടിയൊക്കെ അല്ലേ, ഒന്നും മേടിച്ചിരുന്നില്ല. പക്ഷേ അശ്വൻ കൊച്ചിന് അങ്ങനെ ഒരു വൃത്തി
ബോധമില്ല, എല്ലാം മേടിച്ചിരുന്നു കേട്ടോ. വഴിയരിയൊക്കെ നടക്കുന്നത് എല്ലാം മേടിച്ചിരുന്നു, ഒരു പ്രശ്നമില്ലാത്ത കൊച്ചാണ്. അങ്ങനെ ഞാൻ എത്ര വഴക്ക് പറഞ്ഞാലും അവൻ സ്റ്റോപ്പ് ചെയ്യില്ല. ഇപ്പോൾ കുറേ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എല്ലാവരും ആളുകൾ നടക്കുമ്പോൾ ഭയങ്കര പൊടിയായിരിക്കില്ല, അങ്ങനെയുള്ള അന്തരീക്ഷമൊന്നും എനിക്ക് മേടിച്ച് കഴിക്കുന്ന ഒട്ടും ഇഷ്ടമില്ല, സേഫായിട്ട് എനിക്ക് തോന്നാറില്ല. അങ്ങനെ ഇനി ഇത് നമ്മുടെ വീണ്ടും ബാക്ക് സൈഡ് നമ്മൾ രാത്രിയിലേക്ക് വന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ സന്ധ്യയായി, രാത്രിയായി. സന്ധ്യ ആകുമ്പോഴത്തേക്കും ടൗണിൽ വെട്ടമുണ്ട് കേട്ടോ, ഇപ്പോഴും ആളുകളും എല്ലാം ഉണ്ട്. ഇത് നമ്മുടെ പിന്നെ നമ്മുടെ മൺചിരാതെന്ന് പറയാം, അതുപോലെയുള്ളത് സന്ധ്യ മയങ്ങുമ്പോഴത്തേക്കും തന്നെ വിരിഞ്ഞോളും. സോളാർ ലൈറ്റ് അല്ലേ, അപ്പോൾ അത് രാവിലെ വരെ ഇങ്ങനെ നിന്നോളും, നല്ല ഭംഗിയാണ്. ഞാൻ കുറച്ചും കൂടി ഓർഡർ കൊടുത്തിട്ടുണ്ട്, നല്ല അതീവ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു. കറണ്ട് തൊട്ട് പോകത്തുമില്ല, സോളാർ ലൈറ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ്. കുറേ എണ്ണം താഴെ മുകളിലൊക്കെ ആയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ഭംഗിയാണ്. മിക്ക ദിവസം ഞാനിവിടെ രാത്രി വന്ന് കുറേ നേരം നോക്കി നിൽക്കും, ഇതിൻ്റെ ഭംഗിയായിരുന്നു കേട്ടോ. അങ്ങനെ നോക്കി നിന്ന് പിന്നെ കുറച്ച് നേരം ടൗണിലേക്കൊക്കെ നോക്കി എല്ലാം കണ്ടും കേട്ടും ആസ്വദിച്ചും ഇനി നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങ് തീരുവാണ്, കിടന്നുറങ്ങും. അപ്പോൾ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോയെ. നിങ്ങൾ പ്രൊഡക്റ്റിന് വേണ്ടവർ ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് വിടണം. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ഷെയർ ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോ തട്ടിക്കൂട്ടി ഞാൻ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഒത്തിരി ജോലികളും കാര്യങ്ങളും നമ്മുടെ കൊറിയർ അയക്കണം, അങ്ങനെ ഇങ്ങനെ എല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്ക് പണിക്കാരെ കിട്ടാൻ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കുമ്പോൾ ഒത്തിരി സമയം പോകുന്നതുകൊണ്ടും പിന്നെ എഡിറ്റിങ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര തലവേദന എടുക്കുന്നതുകൊണ്ടാണ് നമ്മുടെ വീഡിയോ വൈകി പോകുന്നത് കേട്ടോ. അപ്പോൾ ടാറ്റാ, ഗുഡ് നൈറ്റ്. ഞാൻ താഴേക്ക് പോവാണ് കേട്ടോ. ഇനി കിടന്നുറങ്ങും കുറച്ച് നേരം കൂടി കഴിയുമ്പോൾ. ടാറ്റാ.